ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 ജില്ലയിൽ പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമില്ലാതെ സമാപനം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലായി 88.26 ലക്ഷം പേർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. 41.5 ലക്ഷം പുരുഷന്മാരും 46.6 ലക്ഷം സ്ത്രീകളും 70 ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമാണ് ഉള്ളത്. ഏറ്റവുമധികം വോട്ടർമാർ തിരുവനന്തപുരം ജില്ലയിലാണ് 28.38 ലക്ഷം. 9 ലക്ഷത്തോളം വോട്ടർമാരാണ് ഇടുക്കിയിൽ ഉള്ളത്. 24,584 സ്ഥാനാർത്ഥികൾ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നു. 5 ജില്ലയിലായി 11,225 പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിനു പകരം മേഖലകളിൽ നിലയുറപ്പിച്ചുള്ള പ്രചാരണത്തിനാണ് അവസാന മണിക്കൂറുകളിൽ മുന്നണികൾ ശ്രദ്ധ ചെലുത്തിയത്. ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് കൊട്ടിക്കലാശമില്ലാതെ തിരശ്ശീല വീണെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിച്ച് മുന്നണികൾ. സംസ്ഥാനത്ത് പലയിടത്തും യുഡിഎഫ് ബിജെപി രഹസ്യബന്ധമാണെന്ന് സിപിഐഎം നേതാക്കൾ ആരോപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് ഇത്തരം ആരോപണങ്ങളുമായി മുന്നോട്ടു പോകുന്നതെന്ന് യുഡിഎഫ് നേതാക്കൾ മറുപടി നൽകി. കൂട്ടുകെട്ട് എൽഡിഎഫും യുഡിഎഫും തമ്മിലാണെന്ന ആരോപണവുമായി ബിജെപി നേതാക്കളും രംഗത്തെത്തി. കോട്ടയം ജില്ലയിൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി പതിവിലും കടുത്ത മത്സരം നടക്കുന്നു. കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷത്തിന്റെ മുന്നണി മാറ്റം കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് രാഷ്ട്രീയ കേരളത്തിന്റെ തന്നെ ആകാംക്ഷയായിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു. കാലങ്ങളായി യുഡിഎഫിനുള്ള മേൽക്കൈ അട്ടിമറിക്കാൻ എൽഡിഎഫും നിലനിർത്താൻ യുഡിഎഫും വ്യക്തമായ സാന്നിധ്യമുറപ്പിക്കാൻ എൻഡിഎയും പരമാവധി ശ്രമിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ ഇക്കുറി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് പതിവിലും കടുത്തതാണ്. 2015 തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെയുള്ള 1512 സ്ഥാനങ്ങളിൽ 753 എണ്ണത്തിൽ വിജയിച്ച യുഡിഎഫ് വ്യക്തമായ മേൽക്കൈ നേടിയിരുന്നു. എൽഡിഎഫിന് 505 പ്രതിനിധികളെയും ബിജെപിക്ക് 90 പ്രതിനിധികളെയുമാണ് വിജയിപ്പിക്കാനായത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മേൽക്കൈ യുഡിഎഫിനായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി പക്ഷം എൽഡിഎഫിൽ ചേർന്നതോടെ ജില്ലയിൽ ഇക്കുറി മത്സരം പ്രവചനാതീതമായിരിക്കുന്നു. പ്രത്യേക ബാലറ്റ് നേരിട്ടെത്തിക്കാൻ കഴിയാത്ത വോട്ടർമാർക്ക് തപാലിൽ അയച്ചു തുടങ്ങി. കോവിഡ് ബാധിതർക്കും സമ്പർക്ക വിലക്കിൽ കഴിയുന്നവർക്കുമാണ് പ്രത്യേക ബാലറ്റ്. അംഗീകൃത പട്ടികയിൽ ഉള്ളവർക്ക് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ താമസ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് നിലവിൽ ബാലറ്റ് നൽകുന്നത്. ചില പ്രദേശത്ത് വോട്ടർമാരെ കണ്ടെത്താൻ അസൌകര്യം ഉള്ളതിനാലാണ് ബാലറ്റ് തപാലിൽ അയക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചത്. ഇതിന് പ്രത്യേക അപേക്ഷ നൽകേണ്ട. കണ്ണൂർ ജില്ലയിൽ അടുത്ത തിങ്കളാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്കുള്ള പരിശീലന പരിപാടിയും പുരോഗമിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ടിലേക്ക്. അടുത്ത തിങ്കളാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ പൂർത്തിയായി വരുന്നു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടവർക്കുള്ള പരിശീലന പരിപാടിയും പുരോഗമിക്കുകയാണ്. ജില്ലയിൽ ആകെ 2471 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷനിൽ 147 ബൂത്തുകളും 8 നഗരസഭകളിലായി 310 ബൂത്തുകളും 71 ഗ്രാമപഞ്ചായത്തുകളിലായി 2014 ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ബൂത്തുകൾ ഭിന്നശേഷി സൌഹൃദമാക്കാനുള്ള നടപടികളും പൂർത്തിയായി വരികയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ തില്ലങ്കേരി ഡിവിഷനിലെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് നിർത്തിവെച്ചു. 5134 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി തേടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാൻ കഴിയുന്ന രേഖകൾ ഏതെല്ലാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ നിന്ന് തെരഞ്ഞെടുപ്പ് തീയതിക്ക് 6 മാസം മുൻപ് നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർത്തവർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് എന്നിവ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം. ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന് സുരക്ഷ ഒരുക്കാൻ 16,159 പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ. ഒന്നാംഘട്ട വോട്ടെടുപ്പിൽ 5 ജില്ലകളിലായി 1722 പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്ന് പോലീസിന്റെ ഇലക്ഷൻ നോഡൽ ഓഫീസർ IG പി വിജയൻ അറിയിച്ചു. ഇവിടെ നിരീക്ഷണം ശക്തമാക്കും. അടിയന്തര സാഹചര്യം നേരിടാനായി സംസ്ഥാന പോലീസ് മേധാവിയുടെ കീഴിൽ 8 കമ്പനി സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ തയ്യാറാക്കി. ഇടുക്കിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച പശ്ചാത്തലത്തിൽ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുകയും അണുനശീകരണം നടത്തുകയും വേണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ H ദിനേശൻ. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ. ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ സ്ഥാനാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഓർമ്മപ്പെടുത്തി. അണുനശീകരണത്തിനും ഹരിതകർമ്മസേന യൂണിറ്റുകളെ പ്രയോജനപ്പെടുത്താം. പോളിംഗ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളിലും ഹരിതചട്ടം ഉറപ്പാക്കണം. ബൂത്തുകളിൽ ഡിസ്പോസിബിൾ, നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കണം. പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഭക്ഷണപ്പൊതികൾ വേണ്ടെന്ന് വെക്കണമെന്നും മാലിന്യം തരംതിരിച്ചിടാൻ ബിന്നുകൾ സ്ഥാപിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി.
സംസ്ഥാനത്ത് ഇന്ന് 4777 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5217 പേർ രോഗമുക്തി നേടി. 28 മരണം ഇന്ന് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 51893 സാമ്പിൾ പരിശോധിച്ചു. മലപ്പുറത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗികൾ 664 പേർ. കോഴിക്കോട് 561 തൃശൂർ 476 എറണാകുളം 474 രോഗികൾ. ഇന്ന് ഏറ്റവും കുറവ് രോഗികൾ കാസർഗോഡ് ജില്ലയിൽ 75 പേർ. 3,14,400 പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിൽ ഉള്ളത്. ആകെ മരണം 2418. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 686 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 345 പേരാണ്. 21 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 3348 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 94.37%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 36,000-ഓളം പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തപ്പോൾ 42,000-ഓളം പേരാണ് രോഗമുക്തരായത്. 482 മരണം റിപ്പോർട്ട് ചെയ്തു. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 6,69,00,000 പിന്നിട്ടു. 4,63,00,000-ലധികം പേർ രോഗമുക്തരായി. 15.5 ലക്ഷത്തോളം പേരാണ് ലോകത്താകമാനം കോവിഡ് ബാധിച്ച് മരിച്ചത്. പുതിയ കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ഗവൺമെന്റ് പ്രതിനിധികളുമായി കർഷക നേതാക്കൾ ബുധനാഴ്ച 6ാം വട്ട ചർച്ച നടത്തും. ഇന്നലെ ഇരുവിഭാഗവും തമ്മിൽ നടന്ന ചർച്ച പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 10-ന് നിർവഹിക്കും. അടുത്ത 100 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് പുതിയ മന്ദിരം പണിതീർക്കുക. 971 കോടി രൂപ ചെലവിലാണ് പാർലമെന്റ് മന്ദിരം പണിതീർക്കുക. ഓസ്ട്രേലിയയ്ക്കെതിരായ ട്വന്റി പരമ്പര ഇന്ത്യയ്ക്ക്. സിഡ്നിയിൽ നടന്ന പരമ്പരയിലെ 2ാം മത്സരം 6 വിക്കറ്റിന് ഇന്ത്യ സ്വന്തമാക്കി. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ 2 മത്സരവും ജയിച്ചതോടെ ഇന്ത്യ പരമ്പര നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് നേടി. 2 പന്ത് അവശേഷിക്കെ ഇന്ത്യ ലക്ഷ്യം മറികടന്നു. ശിഖർ ധവാൻ അർദ്ധ സെഞ്ചുറി നേടി. മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം മറ്റന്നാൾ സിഡ്നിയിൽ നടക്കും. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FC ഒഡീഷ FCയെ എതിരില്ലാത്ത 2 ഗോളിന് പരാജയപ്പെടുത്തി. കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവ മത്സരം പുരോഗമിക്കുന്നു. ഗോവ 2 ഗോളിന് മുന്നിലാണ്. നാളെ സായുധ സേനാ പതാക ദിനം. വിമുക്ത സൈനികരുടെ ആശ്രിതരുടെ ക്ഷേമത്തിനായി ധനസമാഹരണത്തിന് വേണ്ടിയാണ് 1949 മുതൽ പതാക ദിനാചരണം നടത്തുന്നത്. രാജ്ഭവനിൽ NCC കേഡറ്റുകളിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാകകൾ വാങ്ങി ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് പുതിയറയിലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കെട്ടിടത്തിൽ 2021 ഹജ്ജ് അപേക്ഷകർക്കുള്ള സേവന കേന്ദ്രം തുടങ്ങി. ഓൺലൈനായി ഹജ്ജ് അപേക്ഷ നൽകുന്ന ക്രമീകരണമാണ് ഇപ്പോൾ ആരംഭിച്ചത്. എന്നാൽ ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പാസ്പോർട്ട് ഏറ്റുവാങ്ങൽ ഉൾപ്പെടെയുള്ള വിവിധ സേവനങ്ങൾ ഇവിടെ ആരംഭിക്കും. കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ ഈ മാസം 31 വരെ സമയം നീട്ടി. ഓൺലൈനായി അപേക്ഷിക്കാൻ www.sde.keralauniversity.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. മെരിലാൻഡ് സ്റ്റുഡിയോ സ്ഥാപകൻ പി സുബ്രഹ്മണ്യത്തിന്റെ മകനും ശാസ്ത പ്രൊഡക്ഷൻസ് എന്ന സിനിമാ കമ്പനി ഉടമയുമായിരുന്ന എസ് കുമാർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. 80കളിൽ മലയാള സിനിമയിൽ സജീവമായ നിർമ്മാണ കമ്പനിയായിരുന്നു ശാസ്ത പ്രൊഡക്ഷൻസ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വോട്ടിടാനായി വീട്ടിൽ നിന്നിറങ്ങുന്നത് മുതൽ തിരികെ എത്തുന്നതുവരെ മൂക്കും വായും മൂടത്തക്ക വിധം മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം. കുട്ടികളെ കൂടെ കൊണ്ടുപോകരുത്. രജിസ്റ്ററിൽ ഒപ്പിടുന്നതിനുള്ള പേന കയ്യിൽ കരുതണം. പോളിംഗ് ബൂത്തിൽ ക്യൂവിൽ നിൽക്കുമ്പോഴും മുന്നിലും പിന്നിലും 6 അടി അകലം പാലിക്കണം. കൂട്ടം കൂടി നിൽക്കരുത്. ഒരാൾക്കും ഹസ്തദാനം നൽകാനോ ദേഹത്ത് തൊട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ നടത്താനോ പാടില്ല. ബൂത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നിർബന്ധമായും സാനിറ്റൈസർ ഉപയോഗിക്കണം. ബൂത്തിനകത്ത് ഒരേ സമയം പരമാവധി 3 വോട്ടർമാരെ മാത്രമേ വോട്ട് ചെയ്യാനായി കയറ്റുകയുള്ളൂ. എറണാകുളം ജില്ലയിൽ ഇന്ന് 474 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 360 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചു. 3 മരണങ്ങളും ഇന്ന് ജില്ലയിൽ സ്ഥിരീകരിച്ചു. 685 പേർ ഇന്ന് രോഗമുക്തി നേടി. ഇപ്പോൾ 7,928 പേരാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_ എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. വാർത്തകൾ ഇനി നാളെ രാവിലെ 6:45-ന്.